സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നതാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ 33,34,000 സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത്. പ്രതിവർഷം ഈ 1000 രൂപ പ്രതിമാസം നൽകുമ്പോൾ പ്രതിവർഷം 3800 കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും. ഇതാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും. പ്രതിവർഷ കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള +2, ITI, ഡിപ്ലോമ, ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതി 5 യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതിക്കായി സർക്കാർ പ്രതിവർഷം 600 കോടി രൂപ ചെലവിടേണ്ടതായി വരും. പ്രവർത്തന ഗ്രാന്റ് ഇതോടൊപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് ഇതോടൊപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. 1997 ആരംഭിച്ച ജനകീയാസൂത്രണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നർത്ഥം വരുന്ന കുടുംബശ്രീ പദ്ധതി ഇന്ന് കേരള സംസ്ഥാനമാകമാനം വ്യാപിച്ചു കിടക്കുന്ന വനിതകളുടെ ഒരു കമ്മ്യൂണിറ്റി ശൃംഖലയായി വളർന്നിരിക്കുകയാണ്. അയൽക്കൂട്ടം, ADS, CDS എന്നിങ്ങനെയുള്ള ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ്. അയൽക്കൂട്ടങ്ങൾ, ADS, CDS എന്നിങ്ങനെ ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെയാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടങ്ങൾ. പ്രാദേശിക തലത്തിൽ 10 മുതൽ 20 വനിതകളെ വരെ ഉൾപ്പെടുത്തിയാണ് അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നത്. ഒരു തദ്ദേശഭരണ പ്രദേശത്തെ ഓരോ വാർഡിലെയും
അഫിലിയേഷൻ നേടിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ സംയോജിത രൂപമാണ് ADS. കേരളത്തിലെ എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംസ്ഥാനത്താകെയുള്ള 19,470 ADSകൾക്ക്, ADS എന്ന് പറഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, ആ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാൻറ്റായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്.